ഞങ്ങളിന്ന് മനോഹരമായ ഒരു യാത്ര തിരിക്കുകയാണ്. അതിരാവിലെ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് അതിരപ്പള്ളിയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി. അതിരപ്പള്ളി, ചാർപ്പ വെള്ളച്ചാട്ടം, വാഴച്ചാല്, തുമ്പൂർമൊഴി, ഏഴാറ്റുമുഖം, അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ ധാരാളമായിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ അതിരപ്പള്ളിയിലേക്കാണ് പോയത്. അവിടുന്ന് രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഈന്തപ്പനയുടെ ഇടയിൽ കൂടി ധാരാളം ആസ്വദിച്ച് തന്നെ വാഹനം ഓടിച്ചു. മനോഹരമായിരുന്നു ഓരോ കാഴ്ചകളും. അതിനുശേഷമാണ് ഞങ്ങൾ അതിരപ്പള്ളിയിലേക്ക് എത്തിച്ചേർന്നത്. അതിരപ്പള്ളിയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ ധാരാളം ഫോട്ടോകളും എടുത്തിട്ടുണ്ടായിരുന്നു. ജലാശയവും അതിനരികിലുള്ള പാറ കഷ്ണങ്ങളും എല്ലാം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി. ധാരാളം ഫോട്ടോകൾ എടുക്കാനും പ്രകൃതിയിൽ അലിഞ്ഞു ചേരാനുമുള്ള ധാരാളം സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. മനോഹരമായ കാഴ്ചയായിരുന്നു അത്. അതിനുശേഷമാണ് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലെത്തിയത്. ധാരാളം ആളുകൾ അവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു. മനോഹരമായ കാഴ്ചയാണത്. അടുത്തതായി ഞങ്ങൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്കാണ് എത്തിയത്. മനോഹരമായ വഴിയിൽ കൂടെ ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ വളരെയധികം കുളിർമണിയിക്കുന്നതായിരുന്നു. എന്നിരുന്നാലും ട്രാഫിക് ബ്ലോക്കുകൾ ധാരാളമായിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. മനോഹരമായ കാഴ്ചകളും ആസ്വദിച്ച് ഞങ്ങൾ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് എത്തിച്ചേർന്നു. അടുത്തതായി ഞങ്ങൾ എത്തിച്ചേർന്നത് വാഴച്ചാലിലേക്കാണ്. മനോഹരമായിരുന്നു ആ കാഴ്ചകളും. കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കുകളും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് പോയി. അതിനടുത്തുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ തുമ്പൂർമൊഴി ഡാമിലേക്ക് പോയി. ധാരാളം ഫോട്ടോകൾ എടുക്കാനുള്ള സ്ഥലവും ഞങ്ങൾ റീലിനുള്ള ഡാൻസും അവിടെ എടുത്തു. നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു തുമ്പൂർമൊഴിയിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ പാലവും എല്ലാം അതിശയിപ്പിക്കുന്നതായിരുന്നു.
അതിനടുത്തുള്ള ഏഴാറ്റുമുഖം ഡാമും കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. തുമ്പർമൊഴി കടന്ന് പാലം കടന്ന് അപ്പുറത്തെ പ്രദേശത്തെത്തിയാൽ ഏഴാറ്റുമുഖമായി. അവിടേക്ക് പ്രവേശിക്കണമെങ്കിലും ടിക്കറ്റ് എടുക്കണമായിരുന്നു. അവിടുത്തെ പ്രദേശങ്ങളും കാഴ്ചകളും കണ്ടു. അവിടെയും കുട്ടികൾക്ക് മനോഹരമായ പാർക്ക് തയ്യാറാക്കിയിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ അപ്പയുടെ ബർത്ത്ഡേയും ആഘോഷിച്ചിട്ടാണ് അന്നേ ദിവസം ഞങ്ങൾ അവസാനിപ്പിച്ചത്.